നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ആണോ, ഡ്രൈ സ്കിൻ ആണോ, അതോ കോമ്പിനേഷൻ ടൈപ്പ് ആണോ എന്ന് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം മുഖം ഒരു ജെന്റിൽ ക്ലെൻസർ ഉപയോഗിച്ച് കഴുകുക. ശേഷം സ്വാഭാവിക നിലയിൽ വിടുക. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഓയിൽ, സിറം എന്നിവയൊന്നും തന്നെ ഉപയോഗിക്കരുത്. ഏതാണ്ട് 1 മുതൽ 2 മണിക്കൂർ വരെ കാത്തിരിക്കുക. ഇപ്പോൾ കണ്ണാടിന് മുമ്പിൽ പോയിട്ട് നിങ്ങളുടെ ചർമ്മം ശ്രദ്ധിക്കുക. മുഖം മുഴുവനായിട്ട് വലിഞ്ഞു നീണ്ടതുപോലെയും വരണ്ടതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും നിങ്ങളുടെ. എല്ലാം മുഖം മുഴുവൻ എണ്ണമയമായിട്ടും നെറ്റി, കവിള്, താടി, മൂക്ക് എന്നിവിടങ്ങളിലൊക്കെ തിളക്കത്തോടെ ആണെങ്കിൽ ഓയിലി സ്കിൻ ആവണം. എന്നാൽ നെറ്റിയിലും മൂക്കിലും താടിയിലും മാത്രം എണ്ണമയം കാണുകയും കവിള് സാധാരണയായിട്ടോ വരണതായിട്ടോ ഇരിക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ ടൈപ്പ് ആയിരിക്കും നിങ്ങളുടെ സ്കിൻ. ഇനി ഒരു ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് കൂടെ പറഞ്ഞുതരാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നെറ്റിയിലും കവിളിലും മൂക്കിലും താടിയിലും അമർത്തുക. അപ്പോൾ ഈ എല്ലാ ഭാഗത്തും നമ്മൾ ടിഷ്യൂ പേപ്പറിൽ എണ്ണമയം കാണുകയാണെങ്കിൽ ഓയിലി സ്കിൻ ആണ്. അതല്ല ടീ സോണിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയിരിക്കും. ഓയില് വളരെ കുറവോ ഇല്ലാതെയോ സ്കിന്ന് വലിഞ്ഞു നിന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കാം. ഇനി ഒരു പ്രധാന കാര്യം, പുതിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ചുവപ്പ്, ചൊറിച്ചില്, ബേണിംഗ് സെൻസേഷൻ എന്നിവ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ പൊടി, ചൂട്, സൂര്യപ്രകാശം, കോസ്മെറ്റിക്സ് എന്നിവയോട് ചർമ്മം എളുപ്പത്തിൽ റിയാക്ട് ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കാം. സ്കിൻ ടൈപ്പ് അറിയാതെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അമിതമായിട്ടുള്ള എണ്ണമയം, മുഖക്കുരു, ഇറിറ്റബിലിറ്റി ഉണ്ടാവാം, വരൾച്ച ഉണ്ടാവാം. അപ്പോൾ സ്കിൻ കെയറിന്റെ പ്രധാന പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ടൈപ്പ് അറിയുക എന്നുള്ളതാണ്. ഓരോ സ്കിൻ ടൈപ്പിനും അനുയോജ്യമായിട്ടുള്ള സ്കിൻ കെയർ ടിപ്സിന്റെ വീഡിയോസ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കുന്നതാണ്. ആ വീഡിയോസ് കാണാനായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും. ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഈ വിവരം നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.